ഹലോ ഫ്രണ്ട്സ്, ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കുന്ന പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് എമ്പുരാൻ. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസം ബുക്കിംഗ് ആരംഭിച്ച സിനിമയ്ക്ക് വൻ വരവേൽപ്പായിരുന്നു ബുക്ക് മൈ ഷോയിൽ ലഭിച്ചത്. ഇപ്പോൾ ഇതാ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ സിനിമയായിട്ട് എമ്പുരാൻ മാറിയിട്ടുണ്ട്. 6,26,000 ടിക്കറ്റാണ് ബുക്കിംഗ് ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ സോൾഡ് ഔട്ട് ആയത്. ആദ്യം 3 സ്ഥാനങ്ങളിലുണ്ടായിരുന്ന കൽക്കി, ജവാൻ, പുഷ്പ 2 എന്നീ സിനിമകളെ പിന്തള്ളിയാണ് ലാലേട്ടൻ്റെ എമ്പുരാൻ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. ലിയോയുടെ പ്രീസെയിൽ കേരള കളക്ഷനായ 8,81,00,000 എമ്പുരാൻ മറികടന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 30 കോടി കടന്നിട്ടുണ്ട്. ഒരു മലയാള സിനിമ ഫസ്റ്റ് ഡേ 50 കോടിയൊക്കെ എന്തെങ്കിലും അടിക്കുമോ എന്ന് നമ്മൾ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ ഫസ്റ്റ് ഡേ 50 കോടിയും 3 ദിവസം കൊണ്ട് 100 കോടിയും ഒക്കെ നേടുമ്പോൾ മോളിവുഡിൽ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് കാലത്താണ് ഇങ്ങനെയൊക്കെ കളക്ഷൻ കിട്ടുക എന്ന് നമ്മൾ ചിന്തിച്ച് കാണും. ലാലേട്ടൻ്റെ എമ്പുരാൻ ആദ്യ ദിവസം തന്നെ 50 കോടിയും അതുപോലെ വീക്കെൻഡിൽ 100 കോടിയും വേൾഡ് വൈഡായിട്ട് നേടാൻ സാധ്യത കൂടുതലാണ്. ഹൈപ്പും പ്രമോഷനും എല്ലാം അതിൻ്റെ പീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സിനിമയ്ക്ക് ആവശ്യം പോസിറ്റീവ് റിപ്പോർട്ട് മാത്രമാണ്. മാർച്ച് 27-ാം തീയതി 6 മണിയുടെ രാവിലത്തെ ഷോ കഴിയുമ്പോൾ പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബോക്സ് ഓഫീസിൽ കൊലത്തൂക്ക് തന്നെയാകും ലാലേട്ടൻ്റെ എമ്പുരാൻ നടത്താൻ പോകുന്നത്. എമ്പുരാൻ്റെ ബഡ്ജറ്റ് ഇതുവരെ കൃത്യമായിട്ട് ഒരു ഫിഗർ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. എങ്കിലും അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 200 കോടിക്ക് താഴെയാണ് എമ്പുരാൻ്റെ ബഡ്ജറ്റ്. ലാലേട്ടൻ്റെയും പൃഥ്വിയുടെയും റെമ്യൂണറേഷൻ ഇല്ലാതെയാണ് ഇതെന്നും പറയപ്പെടുന്നു. സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് മീഡിയാസ് ചോദിച്ചപ്പോൾ രാജുവേട്ടൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എത്ര ചിലവായെന്നാണോ തോന്നുന്നത് അതാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ്. യഥാർത്ഥ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് മനസ്സിൽ തോന്നിയതെങ്കിൽ അതാണ് മലയാള സിനിമയെന്നും മറ്റ് ഇൻഡസ്ട്രികളെ പോലെ ബഡ്ജറ്റിൻ്റെ 80% നടന്മാർക്കുള്ള സാലറിയും ബാക്കി 20% സിനിമയ്ക്ക് വേണ്ടിയും ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയല്ലെന്നും ബഡ്ജറ്റിൻ്റെ 90% കണ്ടന്റിനും സിനിമയ്ക്കും വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതെന്നും രാജുവേട്ടൻ വ്യക്തമാക്കി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സിനിമയായിട്ട് എമ്പുരാൻ മാറട്ടെ. സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തവരും ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരും എല്ലാവരും തന്നെ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷനൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കൂ.